പരിപാടിയല്ലേ? നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന വെച്ചാൽ ഒരു റോക്കറ്റ് ഇല്ല. പരമ്പരാഗതമായ നമ്മുടെ ശൈലിക്ക് പകരം എന്തൊക്കെയോ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സിസ്റ്റം. ഞാൻ ഇവരൊക്കെ ക്യാരക്ടറിൽ ചേഞ്ചും ഒബ്സർവ് ചെയ്തു. പിന്നീട് ഞാനൊരു ഗവൺമെന്റിന്റെ ഒരു ഫാക്കൽറ്റി സെക്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കാറുണ്ട്. ഇവിടെ ഒക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യം, പഠിച്ച കാര്യം പഠിപ്പിക്കാനുള്ള സിറ്റുവേഷൻ കൊടുക്കാറുണ്ട്. അപ്പോ ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റം ഭയങ്കരമായിരിക്കും. ആഴ്ചയിൽ ഒരു തീം, അതുപോലെ കുട്ടികളുടെ വർക്കുകളൊന്ന് ഇടയ്ക്കൊക്കെ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇപ്പൊ ആരും കുറെ സംഗതി ഒരുപാട് സമയം കാണാനും താല്പര്യമില്ല. ഒരു 10 വർഷം കൊണ്ട് മാറുമായിരുന്ന കാര്യങ്ങളാണ് ഏതാണ്ട് ഒരു 6 മാസം 1 വർഷം കൊണ്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് മാറുക. നമ്മൾ സാധാരണ പറയും എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്നുള്ള വാക്ക് ഉപയോഗിക്കും. എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ 3 പില്ലേഴ്സ് ഓഫ് കോഴ്സ് മാനേജ്മെന്റ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആണ്. പക്ഷേ വാട്ട് ആർ ബേസിക്കലി ദ റെസ്പോൺസിബിലിറ്റി ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി അസസ്മെന്റ് ഓഫ് ദീസ് തിങ്സ്? ഏറ്റവും നന്നായിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ഒരാളും ആദ്യം ചെയ്ത വീഡിയോ നല്ലതല്ല. ആദ്യം ചെയ്ത ഒരു വീഡിയോ നല്ലതല്ല. പെർഫെക്ഷന് വേണ്ടി നിങ്ങൾ എത്ര വരെ വെയിറ്റ് ചെയ്യുന്നു അത്ര വരെ നിങ്ങൾ ചെയ്യില്ല. എന്താണ് പറയാൻ പോകുന്നത് നമുക്കൊന്നും അറിയില്ല. നമുക്ക് കേൾക്കാം. 100 വർഷം പിന്നീടുമ്പോൾ 25 വർഷം സർവീസോട് കൂടി അതേ സ്കൂളിൽ ജോലി ചെയ്യാൻ കിട്ടിയത് വളരെയധികം അഭിനന്ദിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഇന്ന് ഓൾറെഡി 2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങള് എവിടെയാണ് എന്താണ് നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ആളുകൾ ഇങ്ങനെ പ്രോഗ്രാം കിട്ടുന്ന 4 മണിയായിട്ടും അവസാനിക്കാൻ നേരത്തും ഫീഡ്ബാക്ക് പറയാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറയേണ്ടതില്ലല്ലോ.